വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുന്നുണ്ടല്ലോ, ഷെയറും ലൈക്കും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നിങ്ങളെല്ലാവരും. നമുക്ക് ഈ കൊച്ചു ചാനലൊന്ന് വളർത്തി നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോസ് എല്ലാം കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെഷ്യലി ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടി, അതുപോലെ എനിക്ക് പണി കിട്ടിയോ, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അതിനെപ്പറ്റി ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ച സമയത്ത് ഞാൻ കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു, കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തൊക്കെ നോക്കി എത്രമാത്രം എനിക്കത് ബെനിഫിറ്റ് തരുമെന്ന്. അതെനിക്ക് നല്ല ബെനിഫിറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. സോ അത് കാണാൻ വേണ്ടി ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം 12 തൊട്ട് 16 മണിക്കൂറിലും പഴക്കമുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. എന്താ വെച്ചാൽ അതിൽ പിറ്റേറ എന്നൊരു സബ്സ്റ്റൻസ് ഫോം ആകും പഴകും തോറും. അതിലുള്ള എമിനോ ആസിഡ്സ്, വിറ്റമിൻസ്, മിനറൽ, ഓർഗാനിക് ആസിഡ് എല്ലാം സെൽ റീജനറേഷൻ കൂട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തും ഗ്രോത്തും കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നോർമൽ കഞ്ഞിവെള്ളത്തേക്കാൾ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയാണ് ഞാൻ ഉപയോഗിച്ച ട്രിക്ക്. തലേ ദിവസം നിങ്ങൾ കഞ്ഞിവെള്ളം വെക്കാൻ നേരം അതിനകത്ത് ഒരു പിടി അരിയും കുറച്ച് ഉലുവയും കൂടെ അതിൻ്റെ അകത്ത് ഇടണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് പാടില്ല. കഞ്ഞിവെള്ളം തേക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ നമ്മൾ കൈ കൊണ്ട് തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് തേക്കാൻ നേരം നിങ്ങൾ സ്കാൽപ്പിൽ മാത്രമല്ല മുടിയുടെ നീളത്തിലും ഫുൾ നല്ലോണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തേച്ച് കൊടുക്കണം. ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറിൽ മുടിയിൽ നിങ്ങൾ വെക്കണം. അത് കഴിഞ്ഞ് ഷാമ്പു ഉപയോഗിക്കാതെ നോർമൽ വെള്ളത്തിൽ ഇത് കഴുകിക്കളയണം. ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് കഴിഞ്ഞ് ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യം അങ്ങനെ വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഞാൻ എങ്ങനെ അതെൻ്റെ ഹെയറിൽ ഉപയോഗിക്കുന്നത്. അതേ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല എഫക്റ്റീവാണിത്. എന്നിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, ഇത് ഞാൻ എന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സ്കൂൾ ലൈഫ് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 15 വയസ്സ് ആയണം മുതൽ ഞാനിത് ഉപയോഗിക്കുമായിരുന്നു. അന്ന് എന്തോ എനിക്ക് കഞ്ഞിവെള്ളം, നമ്മൾ ഈ കഞ്ഞി മുക്കത്തില്ലേ, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ വെച്ചൊന്ന് തലയിലിട്ട് നോക്കിയാൽ ചിലപ്പോൾ ഇച്ചിരി ബലം വെണ്ണാലോ എന്ന് വെച്ച് വെറുതെ ഒരു ഇതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് എനിക്ക് നല്ല എടുക്കും. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ പിന്നി ഇട്ടുകൊണ്ടല്ലേ പോകുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ രണ്ടെടുത്ത് ഇങ്ങനെ പിന്നി ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത്. അങ്ങനെ പിന്നാ നേരം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടിയാണെങ്കിൽ ഇച്ചിരൂടെ സ്റ്റിഫായിരിക്കും, നല്ല ഉള്ളു തോന്നിക്കും. നമ്മുടെ മുടിക്ക് പിടിക്കുമ്പോൾ ഒരു ബലം പോലെ തോന്നിക്കും. അത് കാരണം എനിക്ക് കഞ്ഞിവെള്ളം ഒത്തിരി ഇഷ്ടമായിരുന്നു അന്ന് മുതൽ. എന്നിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാറുണ്ട്. മന്ത്ലി എന്നും ഉപയോഗിക്കുന്നത് ഞാൻ പറയത്തില്ല, മാസത്തിൽ 1-2 പ്രാവശ്യം മിനിമം ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും എൻ്റെ ഹെയർ ഗ്രോത്തിന് ഒരു വലിയ ബെനിഫിറ്റ് ഉണ്ടായത്. അന്നൊന്നും നമുക്ക് അറിയത്ത് പോലും ഇല്ല കഞ്ഞിവെള്ളം കൊണ്ട് ഇത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന്. ഞാനൊക്കെ ഇപ്പോഴാണ് വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അറിയുന്ന ആ കഞ്ഞിവെള്ളം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അന്നേ ഉപയോഗിച്ചു ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ നല്ലോണം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ നല്ലോണം യൂസ് ചെയ്ത് ബെനിഫിറ്റ് കിട്ടിയ ഒരാളാണ്. പിന്നെ ഇപ്പോൾ ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു. ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചല്ലോ, കുറച്ച് ഉലുവ, കുറച്ച് പച്ചയരി ഇതിനകത്തൊട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഫെർമെൻറ്റ് വെക്കുന്ന സമയത്ത് ഞാൻ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യും, അതിൻ്റെയും കൂടെ ഗുണം എക്സ്ട്രാ കിട്ടാൻ വേണ്ടി. സോ ഇത് എനിക്ക് മനസ്സിലാച്ച് ഇതുകൂടെ ആഡ് ചെയ്തപ്പോൾ ഇച്ചിരൂടെ അതിൻ്റെ ഗുണങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അത് നമ്മുടെ മുടിക്ക് നല്ലതാണ്.
നിങ്ങളെല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് മുടിക്ക് നല്ല ബലം തോന്നിക്കും. പിന്നെ ഉള്ളില്ലാത്തവരുടെ മുടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉള്ളു തോന്നിക്കും. നിങ്ങൾ കൊച്ചു പ്രായം മുതൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇച്ചിരൂടെ ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല ചെറിയ പ്രായം മുതലേ മുടി വളർത്താൻ. പക്ഷെ മുടിയുടെ കരുത്ത് വേണമെങ്കിൽ നമ്മൾ കൊച്ചുനാൾ മുതലേ അതിനെ നല്ലോണം കെയർ ചെയ്യണം. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുടി ശരിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നടക്കത്തില്ലെന്നല്ല, നല്ലോണം നടക്കും. പക്ഷേ ഇച്ചിരി ക്ഷമ വേണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.